ഇന്ത്യൻ ആക്രമണത്തെ തുടർന്ന് ശ്രദ്ധ നേടിയതാണ് പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസ്. നമ്മൾ ബ്രഹ്മോസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം വലിയ ആക്രമണം അവിടെ അഴിച്ചുവിട്ടത്. എന്നാൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് നൂർഖാൻ എയർബേസിൽ വലിയ ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അവർ ഔദ്യോഗികമായി ആ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർബേസ് ആണ് നൂർഖാൻ എയർബേസ്. ഇത് റാവൽപിണ്ടിയിലാണ്. മുമ്പ് ഇതിന്റെ പേര് ചക്ല എയർബേസ് എന്നായിരുന്നു. ഈ നൂർഖാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ രണ്ടാമത്തെ വ്യോമസേനാ മേധാവിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കാണ് ഇപ്പോൾ പേര് നൂർഖാൻ എയർബേസ് എന്ന് മാറ്റിയിരിക്കുന്നത്. ഈ നൂർഖാൻ എയർബേസ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യയുടെ കനത്ത ആക്രമണത്തെ തുടർന്ന് ഇത് ഏതാണ്ട് 80% ഇത് നശിച്ചു പോയതാണ്. പിന്നീട് പാകിസ്ഥാൻ ഈ അടുത്ത കാലത്തു അത് റീബിൽഡിങ്, അതായത് അതിൻ്റെ റിനോവേഷൻ എല്ലാം നടത്തിക്കൊണ്ടുവന്ന് ഏതാണ്ടൊക്കെ ശരിയാക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ആ വിമാനത്താവളത്തിന് കനത്ത നാശനഷ്ടങ്ങൾ വന്നിരിക്കുന്നു. ആ ഒരു ആക്രമണത്തിൽ ആ വിമാനത്താവളത്തിന് മേൽ കനത്ത ആക്രമണം അഫ്ഗാൻ താലിബാൻ അഴിച്ചുവിട്ടിരുന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, ഇത്ര ഒരു ശക്തമായ ആക്രമണം അഴിച്ചുവിടാനുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് ആര് ഈ ഡ്രോണുകൾ താലിബാന് നൽകി എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. അങ്ങനെ ഒരു ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലെ പ്രതിരോധ മേഖലയിലൊക്കെ വട്ടം ചുറ്റുന്നത്. ചിലരൊക്കെ ഇതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കുന്നുണ്ട്. ഇന്ത്യയാണ് താലിബാന് ഈ അത്യന്താധുനിക ഡ്രോണുകൾ നൽകി താലിബാനെ കൊണ്ട് പാകിസ്ഥാനെ ആക്രമിപ്പിക്കുന്നതെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അക്കാര്യത്തിൽ പരിപൂർണമായിട്ടും അക്കാര്യങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത തിരിച്ചടിയാണ്. കാരണം പാകിസ്ഥാന് ഈ 9ഓളം വിമാനത്താവളങ്ങൾ, അതായത് പ്രധാനപ്പെട്ട മിലിറ്ററി താവളങ്ങൾ ഇന്ത്യയുടെ ആക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നശിച്ചിരുന്നു. അത് പുനർനിർമ്മിക്കേണ്ടത് പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അങ്ങനെ പുനർനിർമ്മിക്കുന്ന, വീണ്ടും ഉപയോഗയോഗ്യമാക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ അത് വീണ്ടും നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനി പാകിസ്ഥാനെ സംബന്ധിച്ച് ഭഗീരഥ പ്രയത്നം നടത്തിയെങ്കിൽ മാത്രമേ ഈ നൂർഖാൻ എയർബേസ് അത് ഒന്ന് ശരിയാക്കിയെടുക്കാൻ പറ്റൂ. നൂർഖാൻ എയർബേസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇത് റാവൽപിണ്ടിയിലാണ്. റാവൽപിണ്ടിയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവർ പിണ്ടി എന്നുള്ള ഒരു വാക്കിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മൊത്തം പേര് റാവൽപിണ്ടി എന്നാണെങ്കിലും റാവൽപിണ്ടിയുടെ ഈ ഒരു വിമാന ബേസിനോടനുബന്ധിച്ച് തന്നെ അവിടെ ഒരു പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ കോളേജ് ഉണ്ട്. അവിടെയാണ് ഏവിയേഷൻ കോർ, അതായത് പാകിസ്ഥാൻ വ്യോമസേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പരിശീലനം നൽകുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ വലിയ വിമാനങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ വിമാനങ്ങളാവട്ടെ, അതൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അതായത് ഹെർക്കുലീസ് C-130, അതുപോലെ IL-76, പാകിസ്ഥാനും റീഫ്യൂവലിംഗ് വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ കൂടാതെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള ഒരു എയർബേസ് ആണ്. പാകിസ്ഥാൻ ആദ്യം ഈ വിഷയത്തിൽ അഫ്ഗാൻ ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് താലിബാൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതായിട്ട് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ പാർക്ക് ചെയ്ത ചില വിമാനങ്ങളൊക്കെ പാകിസ്ഥാൻ പെട്ടെന്ന് അവിടുന്ന് ഒഴിച്ചു മാറ്റി. അപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അവിടെ ഒരു ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിമാനത്താവളത്തിൻ്റെ പ്രത്യേകത അവിടുത്തെ അത്യന്താധുനിക ഹാങ്ങർ എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അതുപോലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ അവിടെയാണ് പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ, അതുപോലെ റഡാർ സൈറ്റുകളുണ്ട്, ആയുധപ്പുരകൾ അവിടെ ഉണ്ട്. സൈലോസ് എന്ന് പറയുന്ന ഭൂമിക്കടിയിലുള്ള ബങ്കറുകളിൽ ആയുധങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തന്ത്രപ്രാധാന്യം ഉള്ള ഒരു വ്യോമത്താവളമാണ് നൂർഖാൻ എയർബേസ്. ആ നൂർഖാൻ എയർബേസിൻ്റെ സ്വാഭാവികമായിട്ടും ആ എയർബേസിനെ സംരക്ഷിക്കാനായിട്ട് പാകിസ്ഥാന് എയർ ഡിഫൻസ് സിസ്റ്റവും ആൻറ്റി ഡ്രോൺ സിസ്റ്റവും
ആൻറ്റി മിസൈൽ സിസ്റ്റവും ഒക്കെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ കവച്ചു വെച്ചാണ് ഇന്നലെ അവിടെ വിട്ടിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ഡ്രോണുകൾ അവിടെ ആക്രമണം നടത്തിയത്. റൺവേ പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന് ഇനിയും ഈ ആദ്യത്തെ തകർച്ചയ്ക്ക് ശേഷം പാകിസ്ഥാൻ ഒന്ന് ശരിയായി വരികയായിരുന്നു. ഇപ്പം വീണ്ടും പാകിസ്ഥാൻ അത് പുനർനിർമ്മിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വേഗത്തിൽ പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഒരു ഇന്ത്യയുമായി, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധമൊക്കെ പാകിസ്ഥാന് സഹിക്കാം, പക്ഷെ ഭാവിയിൽ ഇന്ത്യയായിട്ട് വീണ്ടും ഒരു യുദ്ധം ഉണ്ടായാലോ? കാരണം ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയല്ല പറഞ്ഞത്, പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ അഗ്നി-2 മിസൈലുകൾ അതിർത്തിയിലുടനീളം രാജസ്ഥാനിലെ അതിർത്തിയിൽ ഇന്ത്യ വിന്യസിക്കുന്നതായിട്ടാണ്. അതായത് ഏതാണ്ട് 3000 കിലോമീറ്ററോളം റേഞ്ചുള്ള ഒരു മിസൈലാണ് അഗ്നി-2. ഈ അഗ്നി-2 1000 ടൺ വരെ ഭാരമുള്ള പോർമുന വഹിക്കാൻ കഴിവുള്ള ഒരു മിസൈലുമാണ്. അതായത് പാകിസ്ഥാന്റെ മുഴുവൻ പ്രദേശങ്ങളെ കവർ ചെയ്യാൻ പറ്റുന്ന ഇത്തരം ഒരു മിസൈല് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചു എന്ന് പറയുമ്പോൾ, ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ക്രൂയിസ് മിസൈലുകൾ, ഈ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും അല്ലാത്ത സബ്സോണിക് ക്രൂയിസ് മിസൈലുകളുമാണ് മുഖ്യമായിട്ടും പാകിസ്ഥാന് നേരെ നമ്മൾ പ്രയോഗിച്ചത്. അതിനേക്കാൾ കനത്ത നാശനഷ്ടം വരുത്താൻ കഴിവുള്ള അഗ്നി ബാലിസ്റ്റിക് മിസൈലാണ് ഇപ്പോൾ വിന്യസിക്കുന്നത്. പാകിസ്ഥാൻ വളരെ ആശങ്കയോടാണ് അത് കാണുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അഫ്ഗാൻ ആക്രമണം കൊണ്ട് പാകിസ്ഥാന്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ ഇന്ത്യ തകർത്ത് കളയുകയാണോ എന്നൊരു സംശയമാണ് പ്രതിരോധ മേഖലയിലെ ചില വിദഗ്ധരൊക്കെ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് ഇനി ഒരിക്കലും പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ പഴയ നിലയിലേക്ക് എത്താൻ ഇന്ത്യ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു സൂചനയാണത്. അതായത് പാകിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, മിസൈലുകളാകട്ടെ വ്യോമത്താവളങ്ങളാകട്ടെ ഒക്കെ തന്നെ ഇനിയും അവയ്ക്ക് പരിമിതികൾ ഉണ്ടാവും. നിരന്തരം ഈ പറയുന്ന പോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീവ്രവാദ സംഘടനകളും ഒക്കെ തന്നെ വരുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ, റൺവേകൾ, മിസൈൽ സൈറ്റുകൾ ഇതൊക്കെ ആക്രമിക്കും. നമുക്കറിയാം, ഇപ്പോൾ ബലൂചിസ്ഥാനിൽ നടക്കുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി BLA വളരെ ഒരു അതിശക്തമായ പോരാട്ടമാണ് പാകിസ്ഥാന് നേരെ കാഴ്ചവെച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനികരെയൊക്കെ അവർ തടവിലാക്കിയിട്ടൊന്നും പാകിസ്ഥാന് അവരെ മോചിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. ബലൂചിസ്ഥാനും അതുപോലെ ഖൈബർ പക്തൂൺവ എന്ന് പറയുന്ന പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ന് ബാലികേറ മലയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് അങ്ങോട്ടങ്ങ് പോകാൻ പറ്റില്ല. മാപ്പിൽ പാകിസ്ഥാന്റെ ഭാഗമാണത്, അത്രയേ ഉള്ളൂ. അവിടെ ഒന്നും വേറെ ആർക്കും പോകാൻ പറ്റില്ല. അതായത് സ്ഥിതിഗതികൾ അത്ര ഒരു ദയനീയമായ രീതിയിലാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളത്. ചൈനയെ പോലുള്ള രാജ്യങ്ങളും പാകിസ്ഥാനെ ഇപ്പോൾ വലിയ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം ചൈനയുടെ അസറ്റുകൾ പാകിസ്ഥാനിലുള്ളത് സംരക്ഷിക്കാൻ പാകിസ്ഥാനെ കൊണ്ട് കഴിയുന്നില്ല. ബെൽറ്റ് റോഡ് പദ്ധതി പ്രകാരം ചൈന പണിഞ്ഞിട്ടുള്ള റോഡുകൾ പലതും തകർക്കപ്പെട്ടു. ചൈന വലിയ രീതിയിൽ പണം മുടക്കിയിരിക്കുന്ന ഗ്വദർ പോർട്ട് ഇന്ന് ചൈനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്വദർ പോർട്ട് വളരെ ചെറിയ ബിസിനസ് മാത്രം നടക്കുന്ന, എല്ലാ വർഷവും കനത്ത നഷ്ടം ചൈനയ്ക്ക് സമ്മാനിക്കുന്ന ഒരു വെള്ളാനയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന സംഘർഷവും. വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ചില സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണവും ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ള ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇന്ന്. പാകിസ്ഥാന്റെ ഈ ഒരു അവസ്ഥ കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ കനത്ത ബുദ്ധിമുട്ടിലാണ്. മാത്രമല്ല അഫ്ഗാൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെടുന്നത് 150 പാകിസ്ഥാൻ സൈനികരെ കൊല്ലുകയും 27 പാകിസ്ഥാൻ മിലിറ്ററി പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും 70 മിലിറ്ററി പോസ്റ്റുകൾ താലിബാൻ തകർക്കുകയും ചെയ്തു എന്നാണ് അവരവകാശപ്പെടുന്നത്. തങ്ങളും തിരിച്ചടി കൊടുത്തതായിട്ടൊക്കെ പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനം, അതുപോലെ തീവ്രവാദ ക്യാമ്പുകൾ, ഇന്ത്യക്കെതിരെ വാർ ഓഫ് അട്രീഷൻ എന്ന് പറയുന്ന പതുക്കെ ഇന്ത്യയുടെ മുറിവേൽപ്പിച്ച് ചോര കളഞ്ഞ് ഇന്ത്യയെ ദുർബലമാക്കുക എന്നുള്ള ഇതൊന്നും ഇനി നടക്കുന്ന ലക്ഷണമില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം
ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. എന്തായാലും കൂടുതൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പിന്നെ ആക്രമണങ്ങൾ പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾക്ക് നേരെയും എയർ സ്ട്രിപ്പുകൾക്ക് നേരെയും ഒക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം.